Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിൻട്രസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഫൈവറിലെ ഗിഗുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഗിഗിന് വേണ്ടിയിട്ട് മാത്രം ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യാറാണ്. അപ്പോൾ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടാണ്. ഇതിൽ നമുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് വ്യൂസും കാര്യങ്ങളും ഇതിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൽ എനിക്കൊരു ഫോളോവേഴ്സോ കാര്യങ്ങളോ അല്ലാതെ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ട് ആസ് എ ബിഗിനർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഒന്ന് അപ്ലോഡ് ചെയ്തത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈലിലോട്ട് വന്നു. ഓക്കെ, നമ്മുടെ എല്ലാ ഗിഗും ആ ഒരു ക്ലിക്കിൽ ഇവിടെ ക്ലയൻറ്റിന് കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ 1 by 1 ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പ്രൊഫൈൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഹോമിൽ പോവുക, അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് എടുക്കുക, അതിലുണ്ടാവും ക്രിയേറ്റ് പിന്ന്. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആകും വരിക. ഇതിൽ ആഡ് ടൈറ്റിൽ അതല്ലെങ്കിൽ ഇവിടെ ഫോട്ടോ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഫോട്ടോ ഏതാണെന്ന് ചൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ വർക്കുകളിൽ പോയിട്ടുണ്ട്. അതിലേക്ക് പറ്റിയൊരു ലോഗോ ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്ന് ഈ ഒരു ഫയൽ പിക്ക് ചെയ്തു. ഓക്കെ, ക്ലർക്ക് പ്രോപ്പർട്ടി, ഇത് ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ചെയ്തത് വർക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ ക്ലർക്ക് എന്നുള്ളത് ഇവിടെ ടൈറ്റിലായിട്ട് കൊടുക്കുന്നു. ഓക്കെ, ക്ലർക്ക് ലോഗോ. ഓക്കെ, അതിനുശേഷം താഴെ ഡിസ്ക്രിപ്ഷൻ. ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് എഴുതണം. നമുക്കിവിടെ കീവേഡ്സ് ആയിട്ട് മാത്രം കൊടുക്കാൻ കഴിയില്ല, കീവേഡ്സുകൾ യൂസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കീവേഡ് ഇതിന് മുമ്പ് ഞാൻ കൊടുത്തിട്ടുള്ളായിരുന്ന ഒരു പോസ്റ്ററിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് ഞാനിവിടുന്ന് കോപ്പി എടുത്തു. അതിനുശേഷം പിൻട്രസ്റ്റിൽ വന്ന് പേസ്റ്റ് ചെയ്തു. ഇനി ഇത് കുറച്ച് ചേഞ്ചസ് വരുത്തുക, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാനിവിടെ ഒരുപാട് കീവേഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, റെട്രോ, അതേപോലെ തന്നെ വെക്റ്റർ ലോഗോ എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ലോഗോനെ കുറിച്ച് എഴുതുക, ആ ഒരു ലോഗോയുടെ പേര് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഗോ, ക്ലർക്ക് ലോഗോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ക്ലർക്ക് ലോഗോ. അതിന് ശേഷം നമ്മൾ സിംപ്ലി ലവ് ടു ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയതിന് ശേഷം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ക്രിയേറ്റ് ന്യൂ ഓസം ലോഗോ, കൈൻഡ്ലി ഹാവ് എ ലുക്ക് അറ്റ്. അങ്ങനെ നമ്മൾ വിൻറ്റേജ് ലോഗോ ഓരോ വേർഡ്സ് കീവേഡ്സുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അതിനുശേഷം ഇവിടെ ആഡ് ഡെസ്റ്റിനേഷൻ ലിങ്ക്. ഈ ആഡ് ഡെസ്റ്റിനേഷൻ ലിങ്കിൽ നമ്മൾ ഇവിടുന്ന് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലിലെ ലിങ്ക്. ആ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ പബ്ലിഷ് കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഓൾറെഡി ഒരു ഗാലറി സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് യുവർ ലോഗോ എന്ന് പറഞ്ഞിട്ട്. ആ ഗാലറി സെലക്ട് ചെയ്തിട്ട് അതിൽ പബ്ലിഷ് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം സീ ഇറ്റ് നൗ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫൈവറിൻ്റെ വെബ്സൈറ്റ് അവിടെ പോപ്പപ്പ് ചെയ്ത് കാണിക്കുന്നത് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതേപോലെ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നേരെ പോവുക നമ്മുടെ ഫൈവറിൻ്റെ പ്രൊഫൈലിലോട്ടാവും. ഇത് ഫൈവറിന് മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് എന്തൊന്ന് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ലിങ്ക് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.